നെക്സോൺ വേഴ്സസ് വെന്യൂ ഇതിൽ ഏതെടുക്കും? കോമ്പാക്ട് എസ് യു വിയിൽ വളരെ പോപ്പുലറും ഫേമസും ആയിട്ടുള്ള രണ്ട് മോഡലുകളാണ് ഇത് രണ്ടെണ്ണം. ആദ്യം തന്നെ നമുക്ക് ഡിസൈനിലേക്ക് വരാം. നെക്സോണിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു എസ് യു വി ഡിസൈൻ തന്നെയാണ് വരുന്നത്. വളരെ സോളിഡ് ആയിട്ടുള്ള ബിൽഡ് ആണ് നമ്മുടെ നെക്സോൺ എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി നമ്മുടെ വെന്യൂനൊക്കെ കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ നെക്സോണിനുണ്ട്. മാത്രമല്ല 5-സ്റ്റാർ റേറ്റിംഗും നേടിയിട്ടുള്ള വാഹനമാണ് നമ്മുടെ നെക്സോൺ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വെന്യൂയിലേക്ക് പോകാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്റ്റൈലിംഗ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് എസ് യു വി എന്ന് പറയാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ഏകദേശം 4-സ്റ്റാർ റേറ്റിംഗ് നമ്മുടെ വെന്യൂനുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇന്റീരിയറിലേക്ക് വരാം. അതായത് ക്യാബിൻ സ്പേസും കാര്യങ്ങളൊക്കെ രണ്ടിലും ഓൾമോസ്റ്റ് സെയിം ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫീച്ചേഴ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടും ഒട്ടും മോശമല്ല. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് നമ്മുടെ നെക്സോണിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ വെന്യൂലും വരുന്നുണ്ട്. പക്ഷേ നെക്സോൺ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നെക്സോണിൽ ഒരുപാടധികം നമ്മുടെ വേരിയൻസ് വരുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നെക്സോണിൽ രണ്ട് ഓപ്ഷനുകളാണ് ഉള്ളത്. അതായത് 1.5 ലിറ്റർ ഡീസൽ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു 1.2 ലിറ്റർ പെട്രോൾ ഓപ്ഷനും ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെന്യൂലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലിറ്റർ നമ്മുടെ നോർമൽ CRD എഞ്ചിൻ വരുന്നുണ്ട്, ഡീസൽ എഞ്ചിൻ. അതുപോലെ തന്നെ ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പയർഡ് എഞ്ചിനും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു എഞ്ചിനാണ്. അപ്പം ഇത് തമ്മിലുള്ള ഒരു എന്താണ് ഇപ്പോൾ ഡിഫറൻസ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെന്യൂല് ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല. അതായത് നിങ്ങൾ നല്ല മൈലേജും നല്ല എന്താ പറയുക ഓട്ടോ ഒക്കെ ഉള്ള ഒരാളാണ്, ഡീസൽ ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ലഭിക്കില്ല. അങ്ങനെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെക്സോൺ എടുക്കേണ്ടി വരും. ആ ഒരു ഓപ്ഷൻ നമ്മുടെ വെന്യൂല് മിസ്സിംഗ് ആണ്. ഇനിയിപ്പം നെക്സോണിന്റെ എഞ്ചിനുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു കുറച്ച് കൂടുതലാണ് നമ്മുടെ നോയ്സും കാര്യങ്ങളൊക്കെ. അതായത് അത്രത്തോളം റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനുകളല്ല നമ്മുടെ നെക്സോണിൽ വരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പം അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് വെന്യൂലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വെന്യൂല് വരുന്ന 1.2 ലിറ്റർ കപ്പ എഞ്ചിൻ ആണെങ്കിലും അതുപോലെ തന്നെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണെങ്കിലും വളരെ കാലങ്ങളായിട്ട് ഇന്ത്യയിലുള്ള വളരെ എന്താ പറയുക പ്രൂവ്ഡ് ആയിട്ടുള്ള എഞ്ചിനുകളാണ്. നമ്മുടെ 1.5 ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിനുകൾ തന്നെ വളരെയധികം സൈലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നോയ്സ് ഇല്ലാത്ത വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അപ്പം വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ബിൽഡ് തന്നെയാണ് അത് വരുന്നത്. കാരണം ആ കൊറിയൻ ഒരു ക്വാളിറ്റി അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് എഞ്ചിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അതിൽ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെന്യൂലേക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ നെക്സോൺ തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പ്രൈസ് കൺസേൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു വെന്യൂ ഒരു 50,000 അല്ലെങ്കിൽ to 80,000 വരെയുള്ള വ്യത്യാസമായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഡയറക്ട്ലി കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, കാരണം നെക്സോണിൽ ഒരുപാടധികം വേരിയന്റുകൾ വരുന്നുണ്ട്. പക്ഷേ വെന്യൂവിൽ കുറച്ച് വേരിയന്റുകൾ മാത്രമേ വരുന്നുള്ളൂ. അതാണ് ഇത് തമ്മിലുള്ള പ്രൈസിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ വണ്ടി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർവീസ് കൂടി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഹ്യുണ്ടായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു സർവീസ് നെറ്റ്വർക്ക് നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ ഇനിയിപ്പം ടാറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് നെറ്റ്വർക്ക് ഒക്കെ ഓക്കെയാണ്. പക്ഷേ എന്താ വെച്ചാൽ അത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടുള്ള സർവീസ് സെന്ററുകളല്ല പല സ്ഥലത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ നിയറസ്റ്റ് ആയിട്ടുള്ള സർവീസ് സെന്റർ എത്രത്തോളം എഫിഷ്യന്റ് ആണെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും നെക്സോൺ എടുക്കുന്ന സമയത്ത്. എല്ലാം കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് എടുക്കാൻ തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ.